ഇവിടെ ഒരു അപ്പൂപ്പൻ ഭാര്യയ്ക്ക് ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ അമ്മൂമ്മ അത് മണത്ത് നോക്കിയിട്ട് വേണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് അപ്പൂപ്പൻ അമ്മൂമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ വാങ്ങി കൊടുക്കുകയാണ്. ഇത് കണ്ട് അമ്മൂമ്മ ഹാപ്പി ആകുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മ സങ്കടപ്പെടും, അതുപോലെ തന്നെ ഹാപ്പി ആവുകയും ചെയ്യും. അങ്ങനെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകുന്നു. പക്ഷെ അമ്മൂമ്മ നടക്കുന്ന അത്രയും സ്പീഡിന് അപ്പൂപ്പനെ കൊണ്ട് നടക്കാനേ പറ്റുന്നില്ലായിരുന്നു. കാരണം അപ്പൂപ്പൻ നല്ല വയസ്സായില്ലേ, അതുകൊണ്ട് അപ്പൂപ്പൻ ടയേർഡാകും. എന്നാൽ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പന്റെ അത്ര പ്രായം തന്നെ ഉണ്ടായിട്ടും ഇത്ര ദൂരം നടന്നിട്ട് കൂടി ടയേർഡ് ആയതേ ഇല്ല. എപ്പോഴും എനർജി ലെവൽ 100 തന്നെ. ഇതെന്താ കാര്യമെന്ന് അപ്പൂപ്പന് മനസ്സിലായതേ ഇല്ല. അതുകൊണ്ട് അമ്മൂമ്മ എവിടെ പോയാലും അവരുടെ പുറകെ അപ്പൂപ്പനും പോകും. അങ്ങനെ അമ്മൂമ്മ നടന്ന് നടന്ന് ഒരു കല്ലറയുടെ അടുത്ത് എത്തുകയാണ്. ഉടനെ അപ്പൂപ്പൻ അവിടെ എത്തിയതും അമ്മൂമ്മ അപ്പൂപ്പന്റെ കയ്യിൽ പിടിക്കുന്നു. ആ സമയത്ത് ഒരു ഇല വീണ് ക്യാമറ മറയാണ്. ശേഷം നോക്കിയപ്പോ അമ്മൂമ്മ നിന്നിടത്ത് ഒരു നായ്ക്കുട്ടി നിൽക്കുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ 2 മാസം മുമ്പ് ആ അമ്മൂമ്മ മരിച്ചു പോയിരുന്നു. പക്ഷെ അപ്പൂപ്പൻ അമ്മൂമ്മയെ മറക്കാനേ പറ്റുന്നില്ല. ഇവഞ്ചലി അപ്പൂപ്പൻ ആ നായ്ക്കുട്ടിയെ അമ്മൂമ്മയാണെന്ന് വിചാരിക്കുകയാണ്. കഥയുടെ അർത്ഥം യഥാർത്ഥ സ്നേഹം കൊടുത്തവർക്ക് കിട്ടിയവർക്കും മനസ്സിലായി കാണുമല്ലോ.